വിധിപ്പകർപ്പ് ലഭിച്ചാൽ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട അപ്പീൽ ബോധിപ്പിക്കുന്നതിന് ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള മറ്റു നടപടികൾ കൈക്കൊള്ളുന്നതാണ്. ശിക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ വിധിയുടെ പകർപ്പുകൾ ലഭിക്കാത്തതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വിധിക്കെതിരെ അപ്പീൽ സമർപ്പിക്കാൻ പെട്ടെന്ന് തന്നെ അപ്പീൽ സമർപ്പിക്കുന്നു. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10ഉം 15ഉം പ്രതികൾക്കും ഒരേ ശിക്ഷയാണോ അതോ വ്യത്യാസമുണ്ടോ? അല്ല, വ്യത്യസ്തമായിട്ടും ഉണ്ട്. പക്ഷേ ലൈഫ് ഇംപ്രിസൺമെന്റ് ഇല്ലേ, നിക്കോളസ് അഡ്വക്കേറ്റ് അവർക്കും കൂടി പറഞ്ഞിട്ടുണ്ട്. ലൈഫ് 5 വർഷം ആണ് കൊടുത്തിട്ടുള്ളത്. 5 വർഷം. അതുകൊണ്ട് ഇവിടെ നിന്ന് സെന്റൻസ് സസ്പെൻഡ് ചെയ്യാനും ജാമ്യമെടുക്കാനും പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. 5 വർഷം എന്നുള്ളതുകൊണ്ട് അപ് ടു 3 years ആണെങ്കിൽ ഇവിടുന്ന് തന്നെ ജാമ്യം ലഭിക്കുമായിരുന്നു. 5 വർഷമായതുകൊണ്ട് അപ്പീൽ സമർപ്പിച്ച ശേഷം സെന്റൻസ് സസ്പെൻഡ് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങുന്നതാണ്. വൈകാതെ ആ നടപടിയിലേക്ക് പോകും. അവരെല്ലാം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് അയക്കുന്ന. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അങ്ങനെ പോകാൻ പറയാം എല്ലാവരും. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് നടപടികൾ ആരംഭിക്കും.